നെക്സ്റ്റ് ബയോൻ്റെ ഇത് ബയോ എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ഫുൾ ടെക്സ്റ്റ് വായിക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾ ശരിക്കും +1 +2 ബോർഡ് എക്സാമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ടെക്സ്റ്റ് എപ്പോഴും വായിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്കത് എൻട്രൻസിനും ഹെൽപ്ഫുള്ളാണ്. ഇപ്പം നിങ്ങൾക്ക് അത് വായിച്ചിപ്പോൾ മനസ്സിലാവുന്നില്ല, അങ്ങനെയാണെങ്കിൽ HSS ലൈവിൽ നല്ല നല്ല നോട്ടുകളുണ്ട്. ആ നോട്ടുകൾ എടുക്കുക. ബയോ ചെയ്യാൻ പറ്റുന്നത് എത്ര വായിക്കാൻ പറ്റുമോ അങ്ങനെ വായിക്കുക. ആദ്യം ഒരു കൺസെപ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കുക. അതിലും ഇങ്ങനെ ന്യൂമോണിക്സ് എനിക്കൊന്ന് കെമിസ്ട്രീനെക്കാട്ടും കൂടുതൽ ന്യൂമോണിക്സ് എനിക്ക് ബയോയിലുണ്ട്. അതിൻ്റെ ആ ടെക്സ്റ്റ് ഫുൾ ഞാനിങ്ങനെ ഓരോന്ന് കണക്ട് ചെയ്ത് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇത് അങ്ങനെ ന്യൂമോണിക്സ് ഇപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോഡ് വെക്കും. എന്തെങ്കിലുമൊക്കെ കോഡ് എനിക്കിപ്പം പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല. ഞാൻ അത് നോക്കിയിട്ട് അടുത്ത മറ്റേ ആൻസർ ഷീറ്റിൻ്റെ അതിൽ തന്നെ പറയാം. അപ്പം നമ്മൾ ഒരു സാധനം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഓരോ കോഡ് വെക്കും. കോഡ് വെച്ച് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സംഭവം പിന്നെ മറക്കില്ല. നമ്മൾ എന്താ പറയുക, ചില ഓർഡർ ഉണ്ടാവല്ലോ. ഇപ്പം എനിക്കിപ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല. മറ്റേ കിങ്ഡം, ഫൈലം, അങ്ങനത്തെ ഇതൊക്കെ ഇല്ലേ. ഓക്കെ, ഇപ്പം ഓർഡർ, ക്ലാസ്, ഫാമിലി, ആ ഒരു ഇതൊക്കെ ഇല്ലേ, അത് ഓർഡറിലല്ലേ നമ്മൾ പഠിക്കേണ്ടത്. അതിനൊക്കെ ഞാൻ ന്യൂമോണിക്സ് വെച്ചിരുന്നു. ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഇതിലൊക്കെ ന്യൂമോണിക്സ് വെച്ച് പഠിച്ചതിനുള്ള ഗുണം നിങ്ങൾ ആ ഓർഡർ മറക്കില്ല. ചിലപ്പോൾ നിങ്ങൾ മറ്റേ സാധാ രീതിയിൽ അങ്ങനെ എന്താ പറയുക, ഇപ്പം കിങ്ഡം, ഫൈലം, ഓർഡർ, ക്ലാസ് അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചാൽ ചിലപ്പം അത് നിങ്ങൾ എക്സാം ടൈമിലാകുമ്പോൾ ആ ഒരു ടെൻഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും, അയ്യോ ഇവിടെ ആദ്യം ഓർഡർ ആയിരുന്നു വരുന്നത്, പിന്നെ ആയിരുന്നു ഫാമിലി വരുന്നത്, അങ്ങനെ കൺഫ്യൂഷൻ വരും. അതിന് പകരം അവിടെയൊക്കെ ഇങ്ങനെ ഓരോ കോഡ് ഉണ്ടാക്കുക. അതിപ്പം ഇന്നാൾ ഉണ്ടാക്കിയ കോഡ് അങ്ങനെ ഇല്ല. നമുക്ക് സ്വന്തമായിട്ട് ഓരോ കോഡ് ഉണ്ടാക്കാം. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കോഡ് ഉണ്ടാക്കി പഠിച്ചാൽ ഭയങ്കര എളുപ്പം. ഞാൻ പറയട്ടെ, ബയോ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ളൊരു പേപ്പറാണ്. അതിൽ ചെയ്യേണ്ട കാര്യം, ഞാൻ എൻ്റെ ബയോ പേപ്പർ ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഒരിക്കലും ഈ വലിയ വലിയ പാരഗ്രാഫ് ഉണ്ടാവാറില്ല. കറക്റ്റ് പോയിൻ്റ്, അത് ഇപ്പം നിങ്ങൾ പോയിൻ്റ് എഴുതാതെ പ്രോപ്പർ പോയിൻ്റ് ആയിരിക്കണം കേട്ടോ. അല്ലാതെ ഈ പാരഗ്രാഫ് ഇങ്ങനെ വെറുതെ കുറേ പറയാറില്ലേ, ആ രീതിയിലാവല്ലേ. കറക്റ്റ് പോയിൻ്റ് ആയിരിക്കണം. ഇപ്പം എന്തെങ്കിലും ഞാൻ എൻ്റെ ബയോ എഴുതിക്കൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, അത് വായിച്ചിട്ട് ഹെഡിങ് എന്താണോ അത് ഞാൻ എഴുതും. എന്നിട്ട് അണ്ടർലൈൻ ചെയ്യും. എന്നിട്ട് പോയിൻ്റ് വൈസ് ആ ഹെഡിങ്ങിൻ്റെ ഇതിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പോയിൻ്റ് വൈസ് എഴുതും. അങ്ങനെ ഞാൻ പോയിൻ്റായിട്ട് എഴുതും. അതൊക്കെ ഞാൻ എൻ്റെ ആൻസർ ഷീറ്റ് വെച്ച് പറഞ്ഞുതരാം. കാരണം ഇങ്ങനെ പറഞ്ഞാൽ അത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ബയോയിൽ ചെയ്യേണ്ട കാര്യം വായിക്കാം. എത്ര വായിക്കാൻ പറ്റുമോ അത്രയും വായിക്കാം. പിന്നെ ചില വാക്കുകളുണ്ട്, കുറേ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അത് ഇപ്പം എനിക്കങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. കാരണം ഞാൻ എൻ്റെ ബുക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഞാൻ പറയണമെന്ന് ചോദിച്ചു. പക്ഷേ അത് ചില വാക്കുകളുണ്ടല്ലോ, ചിലത് സെയിം ഇത് തന്നെ തിരിച്ചു മറിച്ച്, ഇപ്പോൾ സ്പെർമാറ്റോജെനിസിസ്, സ്പെർമിയോജെനിസിസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളില്ലേ. അങ്ങനത്തെ ഇതൊക്കെ നിങ്ങൾ ആ ഒരു വേർഡിൽ നിന്ന് തന്നെ അതിൻ്റെ ഡെഫിനിഷൻ എഴുതാനുള്ളത് അങ്ങനെ ഓർത്തൊക്കെ. ഇപ്പം എക്സാമ്പിളായിട്ട് പറയാൻ നോക്കിയാൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. ഇപ്പം ആ ഒരു വേർഡിൽ നിന്ന് എങ്ങനെയും അതിൻ്റെ എന്താ പറയുക ഡെഫിനിഷൻ നിങ്ങൾ എന്നെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി ഇത് ഇന്ന സംഭവമാണ്. അല്ലാതെ നിങ്ങൾ കാണാതെ പഠിച്ചാൽ അവിടെ പോയിട്ട് അയ്യോ ഇതായിരുന്നു ഭയങ്കര കൺഫ്യൂഷൻ വരാൻ ഏറ്റവും എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ ന്യൂമോണിക്സ്, കോഡുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു ഹെഡിങ്ങിൽ നിന്ന് തന്നെ ഡെഫിനിഷൻ നമ്മൾ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ. അതായത് ഞാനൊക്കെ ബയോ പെട്ടെന്ന് എഴുതി കഴിയും. എനിക്ക് മിക്ക എക്സാമിന് ഒരു മണിക്കൂർ അത്ര ഞാൻ പറയുന്നില്ല, ഒരു അരമണിക്കൂറൊക്കെ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റിയിട്ടുണ്ട്. സത്യമായിട്ട് ഞാൻ പറയുന്നത്, ബയോ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഞാൻ എഴുതി കഴിയുന്ന ഒരു ഇത് ബയോയാണ്. അതും എനിക്ക് നല്ല മാർക്ക്, എനിക്ക് ഫുള്ളായിരുന്നു. അതായത് +1 എനിക്ക് ബയോ ഫുള്ളായിരുന്നു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇപ്പം ഇതും കൂടെ ഷെയർ ചെയ്യാം. അതിപ്പം ഞാൻ ഈ തള്ളെന്ന് തോന്നണ്ട, ഞാൻ എൻ്റെ മറ്റെന്താ പറയുക സ്കോർ കാർഡും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ബയോ ചെയ്തത് അതായിരുന്നു. കറക്റ്റ് പോയിൻ്റ് എഴുതും. അത് ഞാൻ എൻ്റെ ആൻസർ ഷീറ്റ് വെച്ച് ഞാൻ കാണിച്ചു തരാം. പോയിൻ്റായിട്ട് എഴുതും, നല്ല വൃത്തിക്ക്. എൻ്റെ പേപ്പർ ഞാൻ നല്ല വൃത്തിക്കായിരുന്നു പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ പ്രസൻറ്റ് ചെയ്താലുണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് ചെറിയ സ്ഥലത്ത് ചില മിസ്റ്റേക്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ നോക്കുന്ന ടീച്ചർ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഇട്ട് പോകും. കാരണം എന്താ പറയുക, ഒരു പേപ്പർ കാണുമ്പോൾ നമുക്ക് ഇമ്പ്രസ് ചെയ്യാൻ, അതായത് ഫസ്റ്റ് ടീച്ചേഴ്സിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പേപ്പർ ഒരു ടീച്ചർ നോക്കുമ്പോൾ അതിൽ നിങ്ങളെ പേരുണ്ടാവില്ല, നിങ്ങളുടെ സ്കൂളുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവർക്ക് നിങ്ങൾ ആരാണോ ഏതാണോ ആ ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല.
അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ എവിടെയാണ്? നിങ്ങളുടെ ആ പേപ്പർ വെച്ചിട്ടാണ് അവർ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പം പലരും പറയും ഇങ്ങനെ അതിലൊന്നും കാര്യമില്ല. ബട്ട് ഞാൻ പറയട്ടെ, അതിലൊക്കെ കാര്യമുണ്ട്. നമ്മൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ വാദിക്കാം നമ്മൾ എഴുതുന്ന ആൻസറിലാണ് കാര്യം, അല്ലാതെ. പക്ഷേ ഓരോ ടീച്ചേഴ്സ് നോക്കുന്ന ഒരു ഡിഫറെൻറ്റ് വേയിലാണ്. ഓരോരുത്തരുടെ മൂഡ് അനുസരിച്ചിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളെ മാർക്കും. ഇപ്പോൾ ഒരു ടീച്ചർ നമ്മളെ പേപ്പർ എടുക്കുക, അവരത് ഇങ്ങനെ തുറക്കുമ്പോൾ നല്ല വൃത്തിക്കാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വരും, ഓക്കെ ഈ കുട്ടി എന്ത് വൃത്തിക്ക് എഴുതിയേക്കുന്നത്, അപ്പോൾ ഈ കുട്ടി ഒരു പഠിക്കുന്നത്. ഇപ്പോൾ നമ്മളെ ആൻസേഴ്സ് ചിലപ്പം വലിയ രീതിക്ക് നമ്മൾ ഉണ്ടാവില്ല, പക്ഷെ ആ ഒരു ഭംഗി, ആ ഒരു പ്രസൻറ്റേഷൻ കാണുമ്പോൾ അവർ വിചാരിക്കും ഈ കുട്ടി നല്ല പഠിക്കുന്ന കുട്ടിയാണ്. ആ ഒരു ഇത് അവരെ മനസ്സിലുണ്ടാവും. അപ്പോൾ അവർ ആ ഒരു രീതിയിലായിരിക്കും ഇടുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താണ്, അപ്പം അവസാനം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ശരിക്കും ചിലപ്പോൾ അത് മാർക്ക് കുറയ്ക്കേണ്ട കാര്യമായിരിക്കാം. പക്ഷെ അവർ നിങ്ങൾ ഓവറോൾ പേപ്പർ നോക്കുമ്പോൾ ഈ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടാൻ ചാൻസ് കിട്ടും. അപ്പം അത് മാത്രമല്ലേ, ചെറിയൊരു പോർഷനല്ലേ പ്രശ്നം, അതങ്ങ് വിട്ടുകളയാം. അങ്ങനത്തെ രീതിയിൽ അവരത് ഇട്ടു. അവർ പോലും അറിയാതെ അവർ ആ ഒരു ഇത് ഇങ്ങനെ ഇട്ടു. കാരണം നമ്മൾ ആ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്ന രീതിക്ക് നല്ല ഒരിതുണ്ട്. ബയോണിൻ്റെ കേസിലൊക്കെ പേപ്പർ പ്രസൻറ്റേഷൻ, ഇപ്പം നിങ്ങൾ എഴുതുന്ന ആൻസറിൻ്റെ അതേ ഇമ്പോർട്ടൻസ് ഉണ്ട് പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്യുന്നതിന്. ഇപ്പം എന്ത് ചെയ്യുക, ഒരു ആൻസർ എഴുതി കഴിഞ്ഞിട്ട് ഒരു ലൈൻ വരയ്ക്കുക, അങ്ങനെയൊക്കെ നല്ല വൃത്തിക്ക്. പിന്നെ ബയോയിലായാലും കുറേ ഡയഗ്രം വരയ്ക്കാനുണ്ടാവും, ടേബിൾ വരയ്ക്കാനുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട്. ഇപ്പം ഞാൻ സ്കെയിൽ, അതൊക്കെ നിങ്ങൾക്ക് ടൈം അനുസരിച്ച്, ഞാൻ സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു വരച്ചിരുന്നത്. നിങ്ങൾക്ക് ടൈം ഉള്ളതിനനുസരിച്ച് സ്കെയിൽ യൂസ് അങ്ങനെ ഞാൻ പറയുന്നില്ല. നല്ല എന്നാലും വരയ്ക്കുന്നത് പ്രോപ്പറായിട്ട് വരയ്ക്കുക. അല്ലാതെ ഇങ്ങനെ എന്താ പറയുക, ഈ സ്പീഡിൽ വരച്ചാൽ ഇങ്ങനെ അലങ്കോലമായിട്ട് വരയ്ക്കില്ലേ, അങ്ങനെ വരയ്ക്കില്ലേ. എന്ത് പേപ്പർ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് നല്ല പ്രോപ്പറായിട്ട്. ബയോയിൽ എനിക്ക് ആകെ പറയാനുള്ളത് നല്ലോണം വായിക്കുക. പിന്നെ ഷോർട്ട് നോട്ട് ഞാൻ പറയുന്നത്, അതിപ്പോൾ ഷോർട്ട് നോട്ട്, ബയോൻ്റെ കേസിൽ ഷോർട്ട് നോട്ട് പറയുന്നത് എല്ലാ പോർഷൻസ് അല്ല. ചില പോർഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എത്ര പഠിച്ചാൽ ആ പഠിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടാവും, പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് മറന്നു പോകുന്നത് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവുന്ന ആ ഇത് മാത്രം ഒരു ഷോർട്ട് നോട്ടിൽ എഴുതാം. ബയോൻ്റെ കേസിലാണ് ഇത് പറയുന്നത്. ബയോയുടെ ഷോർട്ട് നോട്ട് അങ്ങനെ ആയിരിക്കണം. അത് എല്ലാ പാഠത്തിൽ നിന്നും ഷോർട്ട് നോട്ട് എഴുതി വെക്കുക, അങ്ങനെയല്ല. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ഉണ്ടാവുമല്ലോ, ആ നോട്ടിൽ തന്നെ സൈഡിലൊരു സ്ക്വയർ അങ്ങനെ എന്തെങ്കിലും വരച്ചിട്ട് നിങ്ങൾക്ക് മറന്നു പോകുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ പാടായിട്ടുള്ള അത് എഴുതി വെക്കാം. അങ്ങനെയാണ് ബയോൻ്റെ ഷോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഫുൾ ഒരു എക്സാമിന് തലേന്നൊക്കെ ഇങ്ങനെ ഫുൾ നോട്ട് മറിക്കണേനെക്കാട്ട് ഫുൾ നോട്ട് ഇങ്ങനെ വായിച്ചു പോകുന്നതിനെക്കാട്ട് എളുപ്പമാണ് ഇങ്ങനെ ഓരോ ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പറയാം, ഓക്കെ ഈ ഒരു ചാപ്റ്ററിൽ എനിക്ക് ഇത്രയും പോർഷനാണ് പാടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോർഷൻസ് ഫോക്കസ് ചെയ്യുക. മറ്റേത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് എഴുതാൻ പറ്റും. ആ ഒരു സത്യം പറയട്ടെ, ഒരു എക്സാമിനൊക്കെ മുമ്പ് നമുക്കൊരു വിശ്വാസം വേണം, ഓക്കെ എന്നെ കൊണ്ട് പറ്റും, ഞാൻ എഴുതുന്നത് എനിക്ക് ഓർമ്മ ഉണ്ടാവും, അങ്ങനത്തെ ഒരു വിശ്വാസം വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പാടുള്ളത് എക്സാമിൻ്റെ തലേന്നല്ല, എക്സാമിന് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ എന്ത് ചെയ്യുക, പാടുള്ള പോർഷൻസ് ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചിടുക. ബാക്കി ഒരു വിശ്വാസത്തിലങ്ങ് ഓക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അതെനിക്ക് കിട്ടും, ആ ഒരു വിശ്വാസത്തില്ല. അപ്പോൾ ബയോ ചെയ്യേണ്ടത് എന്താ, കഴിവതും വായിക്കുക. പിന്നെ ചില ടോപ്പിക്സ് ഇങ്ങനെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് മനസ്സിലാക്കി പോവുക. ഷോർട്ട് നോട്ട്സ് നമുക്ക് പാടുള്ള പോർഷൻസ് മാത്രം. ന്യൂമോണിക്സ് മാക്സിമം നിങ്ങൾ എത്ര ന്യൂമോണിക്സ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ കോഡ് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് എക്സാമിന് പോയിട്ട് കോഡ് ഓർമ്മയുണ്ടോ, പക്ഷെ അതെന്താണെന്ന് മറന്നു പോകും. ആ ഒരു സിറ്റുവേഷൻ ആക്കല്ല. ഈ കോഡും ആൻസറും നമുക്ക് ഓർമ്മ കിട്ടുന്ന രീതിയിലുള്ള കോഡൊക്കെ ആക്കണം. അല്ലാതെ ഇപ്പം ഞങ്ങൾക്കിതിൽ കോഡ് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സാമിന് മുമ്പ് കോഡ് ഓർമ്മയുണ്ടാവും, പക്ഷേ എന്താണെന്ന് മറന്നിട്ട്. അങ്ങനെയല്ല, നിങ്ങൾക്ക് അത്രയും പാടുള്ളത് അങ്ങനത്തേന് മാത്രമല്ല, എല്ലാത്തിനും കൂടെ കോഡ് ഉണ്ടാക്കിയാലും പ്രശ്നമാണ്. നിങ്ങൾക്ക് അത്രയും പാടുള്ളത്, മറന്നു പോകുന്ന ഉറപ്പുള്ളത്, അല്ലെങ്കിൽ എത്ര നോക്കിയിട്ടും ഒരു രീതി കിട്ടാത്ത അങ്ങനത്തേനൊക്കെ കോഡ് ഉണ്ടാക്കി പഠിക്കും. എല്ലാത്തിനും അല്ല, നിങ്ങൾക്ക് അത്രയും പാടില്ല അങ്ങനത്തെ ഇതിന് മാത്രം കോഡ് ഉണ്ടാക്കി. എന്നാൽ ആ കോഡിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ആൻസർ എഴുതാനുള്ള ഇതും വേണം. അല്ലാതെ കോഡ് ഒരു സ്ഥലത്ത് കിടക്കുന്നത്, ഇപ്പം എനിക്ക് കോഡ് ഉണ്ടാക്കണമെന്നാണ്, ഞാനൊരു കോഡ് ഉണ്ടാക്കി, ആ കോഡും നമ്മളുടെ ആ ഒരു ടോപ്പിക്ക് തമ്മിൽ ഒരു ബന്ധമില്ല, അങ്ങനെ ഇതാക്കിയാലും പ്രശ്നമാണ്. അങ്ങനെയല്ല, കോഡ് ഉണ്ടാക്കുമ്പോൾ ആ കോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന് ഇതാണ് എഴുതാനുള്ള, അങ്ങനത്തെ രീതിയിൽ കോഡുകൾ ഉണ്ടാക്കുക. അതാണ് എനിക്ക് ബയോ പറയാനുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോ കഴിഞ്ഞ് ഇനി ഏതാണുള്ളത്, ഓക്കെ മാത്സിൻ്റെ കേസിൽ മാത്സ് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നവരുണ്ട്, അങ്ങനെ ഓരോ ടൈപ്പുള്ള. അത് ആദ്യം നിങ്ങളുടെ ഇത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് മാത്സ് പെട്ടെന്ന് മനസ്സിലാവുന്ന ടൈപ്പാണോ അതോ കുറേ ടൈം എടുക്കുമോ, അത് നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എൻ്റെ കേസിൽ മാത്സ് എനിക്കിങ്ങനെ വായിച്ച് പോയാൽ തന്നെ ഇങ്ങനെ കത്തുന്ന ഒരു ടൈപ്പ് ആളായിരുന്നു ഞാൻ. അപ്പം ഞാൻ മാത്സിന് ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഞാൻ ക്ലാസ് ടൈമിൻ്റെ കാര്യം പറയാം. ഇപ്പം ക്ലാസ്സിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് പ്രോബ്ലം ചെയ്യിപ്പിക്കുമല്ലോ. എന്തായാലും ആദ്യം ഒരു പ്രോബ്ലം ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും, എന്നിട്ട് ടീച്ചർ എന്തെയും പിന്നെ അടുത്ത പ്രോബ്ലം തരും. അപ്പം രണ്ട് ടൈപ്പ് കുട്ടികളുണ്ട്, രണ്ടിൽ കൂടുതൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, മെയിനായിട്ട് രണ്ട് ടൈപ്പ്.
ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കും. സെക്കൻഡ് ഇത് തൊട്ടടുത്തുള്ളതിന് പകർത്തിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പുറത്തെ ഒരാൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, അടുത്ത ആൾ ഇപ്പുറത്തിരുന്നിട്ട് അത് സുഖമായി പകർത്തിക്കൊണ്ടിരിക്കാം. അവിടെ ഏറ്റവും, അതായത് അങ്ങനെ നിങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആളെ നിന്ന് പകർത്തുന്ന ടൈപ്പാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായത്. കാരണം അവിടെ നിങ്ങൾ പഠിക്കുന്നില്ല. ആ സ്വന്തം എഴുതുന്ന കുട്ടിയുണ്ടല്ലോ, അത് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ അത് പഠിച്ച് ആ ടോപ്പിക്ക് പഠിച്ച് തീർത്തു. അതേസമയം നിങ്ങളെന്താ അതിനെ പകർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. പക്ഷേ എക്സാം ആകുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു കുന്നുകൂടും. മാത്സ് അറിയാലോ, ഈ അവസാന നിമിഷം കൊണ്ടിട്ട് നിങ്ങൾ എത്ര ക്ലാസ് കണ്ടാലും കാര്യമില്ല, അതെല്ലാം കൂടി ഇങ്ങനെ കുന്നുകൂടി ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ മാത്സിൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ടീച്ചർ പഠിപ്പിക്കുമ്പോൾ പ്രോപ്പറായിട്ട് കേൾക്കും. ഓക്കെ, ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കും. ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പാണ് വരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഭയങ്കര സ്റ്റുഡിയസ് ആണ്. അവൾക്ക് ഫുൾ, അതായത് 1900 അവൾ നല്ല പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണെങ്കിൽ ഞാൻ അവളോട് ചോദിക്കും, അവൾക്ക് മനസ്സിലാവാത്തത് ഞാൻ ഇങ്ങോട്ടും ചോദിക്കും. അങ്ങനെ ഞങ്ങൾ ഇതാക്കുമായിരുന്നു. അത് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഇപ്പോൾ ചില സ്റ്റെപ്പുകൾ ഞങ്ങൾക്ക് രണ്ടൊക്കെ കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ടീച്ചറടുത്ത് പോയി ചോദിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക. അതായത് ഇപ്പം ഈ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലുള്ളതാണ്, അതായത് എനിക്ക് മാർക്കണം അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ഇപ്പം ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നിങ്ങൾ വേറെ ഒരാളെ ഹെൽപ്പ് ചെയ്തെന്ന് വെച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ആൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തെന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്ക് എവിടെയും പോകത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ മാർക്ക് പോകും, അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാം, അങ്ങനത്തെ രീതിയൊക്കെ മാറ്റാം. കഴിവതും ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. ഞാൻ പറയട്ടെ, അങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണ് കൂടുതൽ പഠിക്കുക. അത് എനിക്ക് അതിൻ്റെ ലോജിക്ക് ഇങ്ങനെ മനസ്സിലായില്ല. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ, അതായത് പഠിക്കുന്നവർ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കത്തില്ല അങ്ങനത്തെ. പക്ഷേ ഞാൻ സത്യം പറയട്ടെ, എൻ്റെ +1 +2 എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അവൾ നല്ല പഠിക്കും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഈ പഠിപ്പികൾക്കിടയിലുള്ളതാണ് ഇങ്ങനെ എന്താ പറയുക കുശുമ്പ, അങ്ങനത്തെ ഇതിൽ പോകാതെ ആ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കൊണ്ടുപോവുക. നിങ്ങൾക്കറിയാത്ത അവളോട് ചോദിക്കാം, അവൾക്കറിയാത്ത നിങ്ങൾ അങ്ങനെ ഇതാക്കാം. അതിൽ നിങ്ങൾ എപ്പോഴും, ഞാൻ ഈ പഠിപ്പിച്ച അങ്ങനത്തെ ആളുകളോടാണ് ഈ ഇത് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ മാർക്ക് എവിടെയും ഒന്നും പോകത്തില്ല. നിങ്ങൾ എന്താണോ പഠിച്ചത് ആ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് ആ കുട്ടിക്ക് മാർക്ക് കൂടി എന്ന് വെച്ചിട്ടും, ഞാനൊരു കാര്യം പറയട്ടെ, ആ ഒരു കുട്ടിക്ക് മാർക്ക് കൂടിയാൽ നമ്മൾ സന്തോഷിക്കുക വേണ്ട. അതായത് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരാൾക്ക് മനസ്സിലായല്ലോ, അത് കാരണം ആ കുട്ടിക്ക് മാർക്ക് കൂടില്ല, അങ്ങനെ സന്തോഷിക്കുക. ഈ മാർക്കൊന്നും ഞാൻ പറയട്ടെ, ഈ +2 മാർക്കും ഇപ്പം നിങ്ങൾ ഈ ഇങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കാതെ ഇങ്ങനെ കുറേ ഉണ്ടാക്കി മാർക്ക് വെക്കുന്ന മാർക്കൊക്കെ ഒരു അഡ്മിഷന് മാത്രം യൂസ് ചെയ്യുന്നത്. എൻ്റെ ഈ 10th വീണ്ടും എന്തിനൊക്കെ അപ്ലൈ ചെയ്യാനെങ്കിലൊക്കെ ആവശ്യം വന്നിട്ടുണ്ട്. +2ൻ്റെ ഇത് എനിക്കൊരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം എനിക്ക് ആവശ്യം വന്ന ഒരു മാർക്കാണിത്. അപ്പം ഓക്കെ, ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ? അതായത് നിങ്ങളിപ്പോൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തെന്നാണ് നിങ്ങളുടെ ഒന്നും പോകാനില്ല. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കുള്ളത് കിട്ടും. ഇപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്ത് ആ കുട്ടിയും കൂടെ നല്ല രീതിക്ക് പഠിച്ച് മാർക്ക് വാങ്ങിച്ചാൽ അതിന് സന്തോഷിക്കാൻ വേണ്ട. അല്ലാതെ അയ്യോ ഞാൻ അതിന് പറഞ്ഞു കൊടുത്തോണ്ട് അങ്ങനെയല്ല. ബാക്കിയുള്ളവർക്കും കൂടെ ഇതാക്കി ആ ഒരു മനസ്സുണ്ടാക്കുക. ബാക്കിയുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുത്ത് അവർക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ആ ഒരു മനസ്സ് ഈ പഠിപ്പിച്ച ടീമുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് വരാം, മാത്സിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഓക്കെ, ക്ലാസ്സിൽ മിസ്സ് പഠിപ്പിക്കുന്ന ടൈമിൽ ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിരിക്കും. എന്നിട്ട് ഓരോ സ്റ്റെപ്പ് മിസ്സ് എങ്ങനെയാണ് ഡൗട്ട് വന്നാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പഠിച്ചതിന് ശേഷം മിസ്സ് പ്രോബ്ലം തരുമല്ലോ ചെയ്യാൻ, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതാറില്ല. അവൾ സ്വന്തമായി പ്രോബ്ലം ചെയ്യും, ഞാൻ സ്വന്തമായി പ്രോബ്ലം ചെയ്യും. എന്നിട്ട് ഫൈനൽ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നോക്കും. ഇനി ഇപ്പം എൻ്റെ തെറ്റാണെങ്കിൽ ഞാൻ അവളിൽ നോക്കിയിട്ട് എവിടെയാണ് മിസ്റ്റേക്ക് വന്നാൽ അത് തിരുത്തും, അവളെ തെറ്റാണെങ്കിൽ അവൾ എന്നെ നോക്കിയിട്ട് എവിടെ മിസ്റ്റേക്ക് വന്നാൽ അത് തിരുത്തും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ എന്താ പറയുക, അവൾ എഴുതുമല്ലോ പിന്നെ ഞാൻ നോക്കിയെഴുതാം, അങ്ങനെ ഒരിക്കലും ഞങ്ങൾ രണ്ടുപേരും ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ആൻസർ ചെയ്യും, എന്നിട്ട് ആൻസർ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ നോക്കും ഓക്കെ കറക്റ്റാണ്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം, ആ ഒരു ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ഞങ്ങൾ ആ ഒരു പോർഷൻ തീർത്തിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ഇപ്പോൾ വീട്ടിൽ പോയി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഇനി ഏത് ക്ലാസ് ആയിക്കോട്ടെ, മാത്സിൻ്റെ പോലെയുള്ള ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഓക്കെ ഞാൻ പറയത്തില്ല എല്ലാവർക്കും ഒരു പ്രാവശ്യം മിസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അപ്പത്തിന് അടുത്ത് ചെയ്യാൻ പറ്റുന്നു ഇല്ല, എനിക്കറിയാം ഓരോരുത്തർ ഓരോ ടൈപ്പ് ഉണ്ട്. ചിലർക്ക് കുറേ പ്രാവശ്യം ചെയ്ത് നോക്കിയാലും മനസ്സിലാവും. പക്ഷേ നിങ്ങൾക്ക് അയ്യോ എനിക്കിപ്പോൾ എല്ലാവരും ചെയ്ത് എല്ലാവർക്കും കിട്ടും, എനിക്ക് മാത്രം കിട്ടത്തില്ല, ആ ഒരു രീതിയിൽ ഇരുന്നിട്ട് അപ്പുറത്തെ ആളെ നിന്ന് കോപ്പി അടിച്ചാലുള്ള പ്രശ്നം
നിങ്ങൾ അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓക്കെ, ടീച്ചർ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടി, ടീച്ചറിന് ഭയങ്കര സന്തോഷമാവും. പക്ഷെ അപ്പം നിങ്ങളോട് തന്നെ ഒരു എന്താ പറയുക, സെൽഫായിട്ട് നിങ്ങളെ തന്നെ ചതിക്കുക. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ആ ഒരു പോർഷൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങളത് നോക്കി എഴുതിയപ്പം ടീച്ചറിൻ്റെ വിചാരം എന്താ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ശരിക്കും അവിടെ നഷ്ടം ആർക്കാ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ. അതായത് ടീച്ചർ വിചാരിച്ച് നിങ്ങൾക്ക് മനസ്സിലായി, അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുക, ചെയ്യത്തില്ല, വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. പിന്നെ ടീച്ചർ ചോദിക്കും, എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും പറയും ആ മനസ്സിലായി. അപ്പോൾ ടീച്ചർ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, എവിടെയെങ്കിലും നിങ്ങൾ ചെയ്തു വരുമ്പോൾ സ്ട്രക്കാവും. അപ്പം മനസ്സിലായി ആ ഒരു പോർഷൻ നോക്കി ടീച്ചർ പറഞ്ഞത് എനിക്ക് നല്ലോണം മനസ്സിലായിട്ടില്ല, ടീച്ചറിനെ വിളിക്കുക, ഹെൽപ്പ് ചോദിക്കുക. ഇങ്ങനെ ഭയങ്കര ഞാൻ അങ്ങനെ ഇതാക്കി പറയാം, അങ്ങനത്തെ ടീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റൂഡായിട്ട് നിങ്ങൾക്ക് എന്ത് ഇത്ര ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത അങ്ങനെ പറയുന്ന ടീച്ചറാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഓൺലൈൻ ക്ലാസ്. ChatGPT ഇത്രയും സൗകര്യമുള്ള സമയത്ത് നിങ്ങളെന്തിനാ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾ എവിടെയാണ് സ്റ്റോപ്പ്, അത് ആ സിറ്റുവേഷനിൽ അപ്പുറത്ത് നോക്കി പകർത്തണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യുക, എവിടെയാണ് സ്റ്റോപ്പ് ആയത് ആ ഒരു സ്ഥലത്ത് പെൻസിൽ വെച്ച് റൗണ്ട് ചെയ്യുകയോ എന്തെങ്കിലും ഒരു മാർക്കിങ് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഇപ്പോൾ ടീച്ചറെ കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്കി എഴുതാം, അത് അപ്പുറത്ത് നോക്കിയിട്ട് എങ്ങനെയല്ല എഴുതി തീർക്കുക. വീട്ടിൽ പോയിട്ട് ആ മാർക്ക് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിങ്ങളുടെ ഫോക്കസ് അവിടെ ആയിരിക്കും. ഓക്കെ, ഇവിടെ നിന്നാണ് എനിക്ക് പോയത്, എന്നിട്ട് നിങ്ങൾ ആൻസർ ഓൾറെഡി എഴുതിയെടുത്തല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, ഇതിന് ഈ സ്റ്റെപ്പ് എങ്ങനെയാണ് വരുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി അങ്ങനെ അല്ല, എന്ത് ചെയ്യണം, യൂട്യൂബ് ക്ലാസ് ചിലപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ക്ലാസ്സിൻ്റെ ഇടയിലായിരിക്കും ആ ഒരു പോർഷൻ. അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്യുക, നേരെ പോവുക, ChatGPT അടുത്ത് പറയാം, ഇതാ ഈ ഒരു മാർക്കിങ് ചെയ്താണ് എനിക്ക് പിന്നെ സ്റ്റെപ്പ് കിട്ടാത്ത, ഈ സ്റ്റെപ്പിൽ എങ്ങനെയാണ് വരുന്നത്, എനിക്ക് ഒട്ടും അത് മനസ്സിലായിട്ടില്ല, ഞാൻ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കത് മനസ്സിലാവുന്നില്ല, ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞുതരും. ഇങ്ങനെ ചോദിച്ചാൽ മതി, അത് സിമ്പിളായിട്ട് പറഞ്ഞുതരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മാത്സിൻ്റെ കാര്യത്തിൽ ക്ലാസ് ടൈമിൽ സ്വയം ചതിക്കാതിരിക്കുക. അതായത് ബാക്കിയുള്ളവർ നോക്കി എഴുതി ചിലപ്പോൾ ടീച്ചറിന് മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും, നമ്മളപ്പോഴും ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ എവിടെയാണോ നിങ്ങൾക്ക് മനസ്സിലാവാത്ത അത് റൗണ്ട് ചെയ്യുക. ടീച്ചറിനോട് നല്ലൊരു കമ്പനിയുള്ള ടീച്ചറാണെങ്കിൽ ടീച്ചറിനോട് നേരിട്ട് ചോദിക്കുക, ഇല്ലെങ്കിൽ വന്ന് ChatGPT യൂട്യൂബൊക്കെ ഇതാക്കുക. മാത്സിൽ PYQക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മളുടെ സ്റ്റേറ്റ് ബോർഡ് ഞാൻ പഠിക്കുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുമായിരുന്നു. അത് സെയിം ക്വസ്റ്റ്യൻ എന്നല്ല ഞാൻ പറയുന്നത്, സെയിം കോൺസെപ്റ്റ്. ഇപ്പം മാത്സൊക്കെ കുറേ കോൺസെപ്റ്റ് ഉണ്ട്, അതിൽ ഇപ്പം ഒരു പർട്ടിക്കുലർ ടൈപ്പ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ എന്ത് ചെയ്യുക, അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. മാത്സ് എല്ലാം പഠിച്ചിട്ട് PYQ നോക്കൽ ഒരിക്കലും നടക്കത്തില്ല. കാരണം ഇപ്പോൾ ഇൻറ്റഗ്രേഷൻ ഡെറിവേഷനൊക്കെ നിങ്ങൾക്കറിയാം, ആ ടെക്സ്റ്റ് ബുക്ക് എത്ര ഉണ്ടെന്ന്. അപ്പോൾ മാത്സിൽ ചെയ്യാൻ പറ്റുന്നത് എന്താ, കറക്റ്റ് നോക്കുക. PYQ നോക്കുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും, ഈ ക്വസ്റ്റ്യൻസൊക്കെ ഈ ടൈപ്പാണ് വരുന്നത്, ഇത് വർക്കൗട്ട് ചെയ്യുക. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കിപ്പം ആ ഒരു ടൈപ്പ് നിങ്ങൾക്ക് ആദ്യം ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, പിന്നെ പോയി നോക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് മറന്നുപോയി, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ എക്സാം ടൈം ആവുമല്ലോ, എക്സാം ടൈം ആകുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം ആ ക്വസ്റ്റ്യൻസൊക്കെയാണ് നിങ്ങൾക്ക് എത്ര നോക്കിയിട്ടും കിട്ടാതിരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എക്സാം ടൈം ആകുമ്പോൾ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ എന്താ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓക്കെ ഇതിങ്ങനെ ചെയ്താൽ മതി, എനിക്കറിയാം, ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ഇപ്പോൾ മാത്സിൻ്റെ കേസിൽ എനിക്ക് ഫുള്ളായിരുന്നു, +1 +2 എനിക്ക് ഫുൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത് ഇത് തന്നെയായിരുന്നു. ഒരിക്കലും ഞാൻ അപ്പുറത്ത് നോക്കി എഴുതി ഇപ്പുറത്ത് നോക്കി എഴുതി ഒന്നും ചെയ്തിട്ടില്ല. ക്ലാസ്സിൽ മിസ്സ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്ത് നോക്കും, കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയൊക്കെ അത് കണ്ടുപിടിച്ച് അന്ന് തന്നെ തീർത്ത് വെക്കും. പിന്നെ എക്സാം ടൈം ആകുമ്പോഴത്തേക്കും ഇത് ഏകദേശം ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞെന്നുള്ള രീതി ആകുമ്പോഴത്തേക്കും PYQ പോയി നോക്കും. PYQ ഞാൻ പറയാം, HSS ലൈവിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം നോട്ട്സ് എല്ലാം HSS ലൈവിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ നോട്ടോ അല്ലെ PYQ എടുത്തിട്ട് ഞാൻ പറയുന്നതില്ല, ഇപ്പോൾ ഒരു PYQ ചിലവരുണ്ട്, ഇപ്പോൾ 2019 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഞാൻ ഇത് ഫുൾ ഇന്ന് ചെയ്യും. ഞാൻ അങ്ങനത്തെ ആളെ അല്ലായിരുന്നു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, എന്നിട്ട് നോക്കും, ഇതിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. അപ്പോൾ നമ്മളൊരിക്കലും ഈ PYQ ചെയ്ത് നോക്കുന്നതൊക്കെ ബോർഡ് എക്സാമിൻ്റെ കേസിലേക്ക്, ഇപ്പം എക്സാമിൻ്റെ ടൈം ആകുമ്പം നിങ്ങൾ മാക്സിമം 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ ചെയ്താൽ തന്നെ ധാരാളം. പക്ഷേ നിങ്ങൾക്ക് ഈ പാറ്റേൺ അറിഞ്ഞിരിക്കണം. അതിന് ചെയ്യേണ്ട കാര്യമാണ് കുറേ വർഷത്തെ PYQ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് വെറുതെ ഇങ്ങനെ വായിച്ച് പോയാൽ മതി. വായിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഈ ക്വസ്റ്റ്യന് ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ PYQ ഞാൻ പറയുന്നത് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒരു പേപ്പറൊക്കെ എടുത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതി, അതല്ല ഞാൻ പറയുന്നത്.
PYQ വെറുതെ ഇങ്ങനെ വായിച്ച് പോവാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഇന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഒരു ഇതൊക്കെ ഇല്ലേ, സർക്കിളിൻ്റെ ഒക്കെ ഒരു R² + Y² അങ്ങനെയൊക്കെ വരുന്നത്, അതൊക്കെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഈ PYQ വായിക്കുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഇവിടെ ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യനാണ് മുമ്പും വന്നത്. അങ്ങനെ റിപ്പീറ്റായി വരുന്ന ക്വസ്റ്റ്യൻസ് ഇതാക്കാം. പിന്നെ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് മാത്സിൽ പാടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ചിലവർക്ക് ഇൻ്റഗ്രേഷൻ ആയിരിക്കാം, ഡെറിവേഷൻ ആയിരിക്കാം, ആപ്ലിക്കേഷൻ ആയിരിക്കാം. അങ്ങനെയുള്ള പാടുള്ള ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ PYQ എടുത്തിട്ട് ആ ചാപ്റ്റർ ഫോക്കസ് ചെയ്യാം. ആ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ചിലപ്പം ചില പോർഷൻസ് ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. മിക്കപ്പോഴും അങ്ങനെയാണ്. ചില ടൈപ്പ് ക്വസ്റ്റ്യൻ, ചില പോർഷൻസ് ഇതന്നെ ഈ ഇൻ്റഗ്രേഷനിലൊക്കെ ഒരിക്കലും ഇങ്ങനെ നമുക്ക് അറിയാത്ത ഇത് വരത്തില്ല. ആ ഒരു പോർഷൻ, ഞാനിത് പറയുന്നത് ഒട്ടും പറ്റുന്നില്ല, ചില ചാപ്റ്റേഴ്സിന് ഒട്ടും പറ്റാത്ത ചാപ്റ്റേഴ്സ് ആണെങ്കിൽ PYQ എടുത്തിട്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അത് ഫോക്കസ് ചെയ്ത് അത് പഠിച്ചിട്ട് പോവുക. ഇതൊക്കെ ഞാൻ എന്താ പറയുക, ഒരു നല്ല മാർക്ക് തന്നെ കിട്ടും. ഫുൾ മാർക്ക് വേണം അങ്ങനത്തെ വിചാരിക്കുന്നവരൊന്നും ഇങ്ങനെ, അതായത് സെലക്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിട്ട് കാര്യമില്ല. എല്ലാ പോർഷൻസും ഏകദേശം കവർ ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പം ഏത് ടോപ്പിക്കിൽ നിന്ന് വന്നാലും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പഠിച്ചിട്ട് വേണം ഫുൾ മാർക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഫുൾ A+ ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ചില ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, തീരെ ഇങ്ങനെ എത്ര പഠിച്ചിട്ടും ഒരു ഇതാവാത്ത ചാപ്റ്റേഴ്സിൽ ഇത് മാത്രം ഫോക്കസ് ചെയ്യുക. എന്താ പറയുക, എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എപ്പോഴും വരുന്ന ടോപ്പിക് ആയിക്കോട്ടെ, ആ ഒരു പോർഷൻ, അങ്ങനത്തെ പോർഷൻസിന് കൂടുതൽ ഫോക്കസ് എടുത്തിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അതാണ് മാത്സിൽ ചെയ്യാനുള്ളത്. മാത്സിൽ ഇത് ഞാൻ പറയുന്നത് മാത്സ് ഇങ്ങനെ വായിച്ചാൽ മനസ്സിലാവുന്നവരോടാണ് പറയുന്നത്. ഈസി പോർഷൻസ് അല്ലെങ്കിൽ ഈസി ക്വസ്റ്റ്യൻസ് വെറുതെ ചെയ്ത് നോക്കി ടൈം കളയല്, അതൊക്കെ വായിച്ച് വിടാം. പാടുള്ളത് മാത്രം ചെയ്ത് നോക്കുക. ഇത് ഓർക്കണം, മാത്സ് വായിച്ചാൽ വായിച്ചാൽ തന്നെ മനസ്സിലായി ഇങ്ങനെ പഠിച്ചു പോകുന്നവരോട് മാത്രമാണ് ഈ പോയിൻ്റ്. അല്ലാത്തവരൊക്കെ ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ ചെയ്ത് തന്നെ നോക്കാം. മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് നോക്കാം, അതേ പറയാനുള്ളൂ. അല്ലാതെ ഓൾറെഡി ഞാൻ പറഞ്ഞു, വായിച്ചാൽ മനസ്സിലാക്കുന്നവർക്ക് അങ്ങനെ വായിച്ച് പോകാം. അല്ലാത്ത ഏതൊരാളും മാത്സ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നല്ലോണം പ്രാക്ടീസ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് മാത്സ്. പിന്നെ ബോർഡ് എക്സാമിൻ്റെ കേസിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് ടഫാക്കാറുള്ളൂ. അതിപ്പോൾ ഫുൾ പേപ്പർ ടഫാക്കാറില്ല. ചില ക്വസ്റ്റ്യൻസ് അവരിപ്പോൾ ടഫ് ചെയ്യുമ്പോൾ 4-5 ക്വസ്റ്റ്യൻസ്, അതെന്തിനാ, അത്രയും ബ്രില്യൻ്റായിട്ട് പഠിച്ച കുട്ടികൾ. അപ്പം ഇപ്പം എല്ലാവർക്കും ഈസി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അത്രയും സിമ്പിൾ പേപ്പറാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇപ്പോൾ 1200 കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളേജ് അഡ്മിഷൻ വരുമ്പോഴത്തേക്കും ഇവർക്ക് പാടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഈ കോളേജ് അഡ്മിഷനും കൂടി വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചില ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, പാടാക്കും. അപ്പോൾ എന്ത് ചെയ്യും, അത്രയും നല്ലോണം പഠിച്ച കുട്ടിക്ക് മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവരുടെ മാർക്ക് കൂടും. അപ്പോൾ അവരുടെ ഇങ്ങനത്തെ എന്താ പറയുക, കീമിലൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ എന്ത് പറ്റും, ആ ഒരു റാങ്കും കൂടും. അങ്ങനത്തേനാണ് ഇങ്ങനെ പാടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. മാത്സിൽ പ്രാക്ടീസ് ചെയ്യുക, അത് മാത്രമേ എനിക്ക് മാത്സിൻ്റെ കാര്യം. പിന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷ്, മറ്റേ ലാംഗ്വേജ് ഏതാ, മലയാളം ഹിന്ദി എന്തായിക്കോട്ടെ. പിന്നെ ഇംഗ്ലീഷ്, അത് എത്ര വായിക്കാൻ പറ്റുമോ അത്രയും വായിക്കാം. എൻ്റെ കേസിൽ എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ വായിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ ഞാൻ എൻ്റെ റീഡിങ് ഹാബിറ്റ് ഭയങ്കര ഉള്ള ഒരാളെ, കുറേ ഞാൻ ബുക്കുകൾ വായിക്കും. അതുകൊണ്ട് എനിക്ക് ലാംഗ്വേജ് വലിയൊരു പ്രശ്നമുള്ള ഒരു പേപ്പർ അല്ലായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി വൊക്കാബുലറി അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുതാൻ അറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കാണെങ്കിൽ ഇങ്ങനെ വായിക്കും, ആ കഥ എന്താണെന്ന് ഓർത്തിക്കും. ഇല്ല, ഇപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭയങ്കര പാടുള്ള ഒരാൾ, ഇംഗ്ലീഷ് മലയാളം പാടുള്ള ഒരാളെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ അറിഞ്ഞൂടാ, അങ്ങനെയുള്ളവർക്ക് ചെയ്യാനുള്ള ഇത് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷൻ, നല്ലൊരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു വെക്കാം. ഇപ്പം അത് സ്വന്തമായിട്ട് എഴുതാനുള്ളവരും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. നല്ലൊരു ഇൻട്രോ പഠിച്ചു വെച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ആ ഇൻട്രോ എഴുതാം. അപ്പം ഈ ഒരു പേപ്പർ നോക്കുന്നത്, ഞാൻ പറയട്ടെ, ഇംഗ്ലീഷൊക്കെ നമ്മൾ ഒരുപാട് എഴുതിയിട്ടുണ്ടാവും. ഒരു ടീച്ചർ ഇങ്ങനെ ഫുൾ ഓരോ ലൈൻ ബൈ ലൈൻ നോക്കത്തില്ല, കാരണം അവർക്ക് അത്രയും പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ആരും ഫുൾ പേപ്പർ ഇങ്ങനെ വായിച്ചു പോകത്തില്ല. എല്ലാവരും ഇങ്ങനെ തുടക്കം നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഓടിച്ചു പോകുന്നുണ്ടോ അങ്ങനെ. അപ്പം തുടക്കം എന്ത് ചെയ്യുക, നല്ലൊരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു വെക്കുക. അതായത് ഇപ്പം ചില നോട്ടുകൾ, ഇപ്പോൾ HSS ലൈവിൽ തന്നെ മിക്ക നോട്ടിൻ്റെയും തുടക്കത്തിൽ ഇങ്ങനെ സമ്മറി പോലെ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെയൊക്കെ ഇൻട്രോ നല്ല, ഞാൻ അങ്ങനത്തെ ഇംഗ്ലീഷിൽ ഞാൻ കുറേ ഇൻട്രോ അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രോ മലയാളത്തിലായിക്കോട്ടെ, നിങ്ങൾ ഏത് ലാംഗ്വേജ് ആയാലും ഇൻട്രോ കുറച്ച് നല്ലത് പഠിച്ചു വെക്കുക.
അതായത് എങ്ങനത്തെ ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആ ഒരു ഇൻട്രോ എഴുതാൻ പറ്റും. അങ്ങനെയുള്ള നല്ല ഇൻട്രൊഡക്ഷൻസ് പഠിച്ചു വെച്ചാൽ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഇൻട്രോ ഫസ്റ്റ് കൊടുക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് തുടങ്ങുക. അങ്ങനെ വരുമ്പം ഈ പേപ്പർ നോക്കുന്ന ടീച്ചർ ആ ഇൻട്രോ വായിക്കുമ്പോൾ ഓക്കെ ഈ കുട്ടി നല്ല എഴുതിയിട്ടുണ്ട്, അപ്പം ഇത് എഴുതിയിട്ടുണ്ടാവും എന്നൊരു വിശ്വാസം ഉണ്ടാവും. അങ്ങനെ നല്ലത് അതൊക്കെ ഒരു ആൻസർ പേപ്പറിൻ്റെ എന്താ പറയുക പ്രസൻറ്റേഷൻ സ്ട്രാറ്റജീസാണ്. ഇത് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ എനിക്ക് ആകെ പറയാനുള്ളത്, നിങ്ങൾ പറ്റുന്നത്ര വായിക്കുക, പിന്നെ ഇങ്ങനത്തെ കുറേ ഇൻട്രൊഡക്ഷൻസ് നല്ല രീതിക്ക് ഓർത്ത് വെക്കുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാമിന് വരുമ്പോൾ ആ ഒരു ചാപ്റ്റർ, 6 മാർക്കിൻ്റെ കേസിൽ ഇപ്പോൾ എസ്സേയുടെ ഒക്കെ കേസിലാണ് ഞാൻ പറയുന്നത്, ആദ്യമായി ഇൻട്രോ എഴുതാം, പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ. ഇനി തീരെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റത്തില്ല, എനിക്ക് ഭയങ്കര പാടാന്നുള്ളവർ എന്ത് ചെയ്യുക, എല്ലാ ചാപ്റ്ററിൻ്റെ സമ്മറി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. അതായത് സമ്മറി അങ്ങനെ പഠിച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അതിലുള്ള കാര്യങ്ങൾ അങ്ങനത്തെ സമ്മറി ഉണ്ടാവില്ല. ഇപ്പം ഇംഗ്ലീഷൊക്കെ അറിയാമല്ലോ, ഓരോ പാഠത്തിന് നമുക്കറിയാം കഥ എങ്ങനെയാണ്, അതിനൊരു സമ്മറി പഠിച്ചു വെക്കുക. ആ സമ്മറി തന്നെ ഏകദേശം എല്ലാ പോർഷനും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇത് ഞാൻ തീരെ, അതായത് ചിലവർക്ക് ഒരിക്കലും നമ്മളങ്ങനെ അതൊരു ചീത്ത കാര്യം അങ്ങനെ ഒന്നുമല്ല. ചിലപ്പോൾ നമ്മൾ ഇത്രയും നാൾ വളർന്നു വന്ന രീതി, ഇപ്പോൾ 10th വരെ നിങ്ങൾ മലയാളം മീഡിയമാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പാടായിരിക്കും. അത് ഒരിക്കലും എന്താ പറയുക മോശമായിട്ടുള്ള കാര്യം ഒന്നുമല്ല. ഓരോരുത്തരുടെ ഓരോ ഇതാണ്. അപ്പം ഇപ്പോൾ പാടാമെന്ന് വിചാരിച്ചിട്ടും നിങ്ങളിങ്ങനെ ഒരിക്കലും ഇപ്പം എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ അപ്പം എനിക്ക് തീരെ കിട്ടില്ല ആ ഒരു രീതിയിൽ ഇരിക്കരുത്. അങ്ങനെയാണ് നമ്മൾ വീണ്ടും നമ്മളെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത്, കാരണം ഇവിടെ പുറത്ത് സൗണ്ട് വന്നുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഓക്കെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പാടാണ് എന്ന് വിചാരിച്ചിട്ട് ആ ഒരു എപ്പോഴും ഞാൻ കാര്യം പറയട്ടെ, എന്തൊരു കാര്യം നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ലാംഗ്വേജിൻ്റെ കാര്യമാകട്ടെ, ലാംഗ്വേജൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം അറിഞ്ഞൂടാന്ന് വിചാരിച്ചിട്ട് 2 ടൈപ്പ് ആൾക്കാരുണ്ടാവും. എനിക്കൊരു കാര്യം അറിഞ്ഞൂടാ, എന്നിട്ട് എന്ത് ചെയ്യും, അയ്യോ എനിക്കിത് അറിഞ്ഞൂടാ, ഇനി ശരിയാവുന്നില്ല, ഞാനിത് നിർത്തുക, അങ്ങനത്തെ രീതിയിൽ ആലോചിച്ചിരിക്കുന്ന ആളുകൾ. അവർക്ക് അവിടെ അവർ പഠിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ഒരു ഡ്രോബാക്ക് അവിടെ അങ്ങനെ ഇരിക്കാം. രണ്ടാമത്തെ ആളുകൾ, അവർക്ക് മനസ്സിലായി ഓക്കെ ഈ ഒരു സംഭവം എനിക്ക് അറിഞ്ഞൂടാ, എനിക്കിത് എങ്ങനെയും ഓവർകം ചെയ്യണം. അവർ വലിയ വലിയ സ്റ്റെപ്പ് എന്നല്ല, കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ എടുത്തിട്ട് അത് ഓവർകം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഗുണം എന്താ, അവരുടെ ആ ഒരു ലിമിറ്റേഷൻ എന്താ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു സാധനം നിങ്ങൾക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് എനിക്കത് അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല, ആ രീതിയിലിരുന്നാൽ നിങ്ങൾ ജീവിതത്തിൽ അത് പിന്നെ പഠിക്കാനേ പോകുന്നില്ല. ഇനി അല്ലെങ്കിൽ വേറൊരു രീതി എന്താ, എനിക്കിത് അറിഞ്ഞൂടാ, അപ്പം എന്തെങ്കിലുമൊക്കെ ഞാനൊന്ന് നോക്കാം, ചെറിയ ഇതിൽ തുടങ്ങാം. അപ്പം നിങ്ങളൊരു ചെറിയ രീതിയിൽ തുടങ്ങിയാൽ തന്നെ പയ്യെ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. കുറേ പേർക്ക് എനിക്കറിയാം ലാംഗ്വേജൊക്കെ ഭയങ്കര പാട് അങ്ങനെ തോന്നുന്നതല്ല, കുറേ പേർക്ക് അങ്ങനെ പാടാം. നിങ്ങൾ ഒരിക്കലും ഇതാക്കരുത്. അത് നിങ്ങളുടെ കൂടെ ഉള്ളവർ ഇത്രയും ഇതാണ്, എനിക്ക് മാത്രം എല്ലാവർക്കും എളുപ്പമാവണമെന്നില്ല. ഇപ്പം സപ്പോസ് ഫോറിനേഴ്സിനൊക്കെ നമ്മളുടെ മലയാളം എത്ര ആകെ കുറച്ച് പേരല്ലേ ഇത് പഠിക്കുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളൊരു ഫോറിൻ ലാംഗ്വേജാണ് ഈ പഠിക്കുന്നത്. അത് നമുക്ക് പാടായിരിക്കും, ചില ആളുകൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചില പാടായിരിക്കും. ഇനി ഇങ്ങനെ പാടുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം, ഇംഗ്ലീഷൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ സ്റ്റോറീസ് വായിക്കാൻ തുടങ്ങാം. ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ്, അതായത് അത്രയും സിമ്പിൾ ഇംഗ്ലീഷ് തന്നെ നോവൽസ് എടുത്തതെന്ന് കാണാം. ചിലതൊക്കെ സിമ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കും, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉണ്ടാവും. നിങ്ങൾ കഴിവത് സിമ്പിൾ ഇംഗ്ലീഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം കുറേ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല. അപ്പം ചെയ്യേണ്ട കാര്യം, അയ്യോ എനിക്കിത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കരുത്, വായിക്കുക. അതായത് ഇപ്പം ഓരോ ലൈനും വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അങ്ങനല്ല, ജസ്റ്റ് ആ ഒരു ലൈൻ വായിക്കുക. നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം മനസ്സിലാവില്ല, അങ്ങനെ വെറുതെ വായിച്ച് പോകുമ്പം ഒരു 2-3 ബുക്കുകൾ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ കുറേ വേർഡ്സ് നിങ്ങൾക്കിങ്ങനെ ഫെമിലിയറാകും. അങ്ങനെ നിങ്ങൾക്ക് തന്നെ പിന്നെ പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അതിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ലാംഗ്വേജിന് ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ വായിക്കുക, നല്ലോണം വായിക്കുക. വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആ ഒരു ലാംഗ്വേജ് നല്ല റെഡിയാവും. എൻ്റെ കേസിൽ ഞാൻ എൻ്റെ ഒരു തേർഡ് ഒരു ക്രിസ്മസ് എൻ്റെ അമ്മ ടീച്ചറാണ്. അപ്പം
3rd ക്രിസ്മസ് വരെ ഞാൻ CBSE-യിലായിരുന്നു. പിന്നെ ആ ടൈമിലാണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് ഞാൻ കേരള സിലബസിലോട്ട് വേറൊരു സ്ഥലത്ത് വന്നപ്പം ലൈക്ക് ആ ജില്ല മാറിയായിരുന്നു. അപ്പം ഞാൻ വേറൊരു സ്കൂളിൽ വന്ന് പുതിയൊരു സ്കൂളിൽ അങ്ങനെ ഇടയ്ക്ക് വെച്ച് CBSE ഇങ്ങനെ കയറാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു വർഷത്തേക്ക് വേണ്ടി മാത്രം എന്നുള്ള രീതിയിലാണ് എന്നെ കേരള സിലബസിൽ ചേർത്തത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, എനിക്ക് മലയാളം അറിഞ്ഞൂടാ. അതായത് എൻ്റെ കൂടെയുള്ള കുട്ടികൾ ആ ഒരു 3rd സ്റ്റാൻഡേർഡ്, നിങ്ങൾ ആലോചിക്കണം, ആ ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ അവർ നല്ലോണം മലയാളാക്ഷരം തെറ്റില്ലാതെ നല്ല വൃത്തിക്ക് നല്ല ഇതിലെഴുതുന്നുണ്ട്. അതേസമയം എൻ്റെ ഇത് കാണണമായിരുന്നു, മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അക്ഷരത്തെറ്റുള്ള ഒരാളായിരുന്നു ഞാൻ. എന്ത് ചെയ്ത്, എനിക്ക് ആ സമയത്തൊക്കെ ബുക്ക് വായിക്കുന്ന ഇഷ്ടമാണ്. ആ ഒരു ടൈം ആയപ്പം എനിക്ക് യുറേക്ക എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, ഒരു സയൻസ് മാഗസിൻ പോലത്തെ, അത് മലയാളത്തിലായിരുന്നു. അത് ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ വാങ്ങിക്കുമായിരുന്നു. പിന്നെ ഡൈജസ്റ്റ്, ബാലരമ ഇതൊക്കെ വാങ്ങും. ഞാൻ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും എനിക്കിത് മനസ്സിലാവില്ലായിരുന്നു. കുറേ വാക്കുകളിങ്ങനെ കണക്ട് ചെയ്ത് വായിക്കാനൊക്കെ പാടായിരുന്നു. ഇരുന്ന് വായിക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഇതിൽ ആ 3rd സ്റ്റാൻഡേർഡ്, ആ ഒരു ക്രിസ്മസ് ഇതില്ലേ, അത് ആ ഒരു ടൈമിൽ ഞാൻ കുറേ ഇങ്ങനെ ക്വിസുകൾക്ക് പോയി, കുറേ ഇങ്ങനെ കലോത്സവം, അതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ കേരള സിലബസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഞാൻ അത് പറയാം. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, വായിക്കാൻ തുടങ്ങി. ആ ഒരു 3rd സ്റ്റാൻഡേർഡ് 4th കടന്നപ്പം എൻ്റെ അക്ഷരത്തെറ്റുകൾ ഭയങ്കര കുറഞ്ഞു. എൻ്റെ ഇത് ലാംഗ്വേജ് ആ ഒരു ബാരിയർ പോയത് ഞാൻ നല്ല വായിച്ചിട്ടാണ്. വായിക്കുമ്പം നമ്മൾ പോലും അറിയാതെ കുറേ വേർഡ്സ് നമ്മുടെ മൈൻഡിൽ സ്റ്റോറാകും. പിന്നെ നമ്മൾ എഴുതുമ്പം അതായത് നമുക്ക് തന്നെ ഇങ്ങനെ വരും. ഇപ്പം എനിക്ക് പണ്ട് ഏറ്റവും പ്രശ്നം എന്താണെന്ന് അറിയോ, നിങ്ങൾ ആ ഉണ്ടല്ലോ, അത് ഇങ്ങനത്തെ ഇല്ലാണോ ഉള്ളാണോ അതെപ്പോഴും എനിക്ക് മാറിപ്പോവായിരുന്നു. അപ്പം ഞാനിങ്ങനെ നിങ്ങൾ ഇങ്ങനെ വരും, അപ്പം മറ്റേത് നിങ്ങളെ വരത്തുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ ഓർത്ത് വെക്കും. അങ്ങനെയാണ് ഞാനൊരു ലാംഗ്വേജ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ഈ അവസാന നിമിഷമുള്ള കാര്യങ്ങളല്ല, ഇനി ലൈഫ് ഇങ്ങനെ കിടക്കുമല്ലേ, ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് കുറച്ച് മാർക്ക് വേണം, അതൊന്നും ഒരു സാരമില്ല, ലൈഫ് ഇനി ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അപ്പം ബാക്കിയുള്ള ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ എന്തെങ്കിലും കാണാതെ പഠിച്ചു വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഈ റീഡിങ് ഹാബിറ്റ് തുടങ്ങുക. റീഡിങ് ഹാബിറ്റ് അത് ഞാൻ സത്യം പറഞ്ഞാൽ അത് പറയാനുണ്ട്, ഒരു പ്രത്യേക വീഡിയോ ഇതിൻ്റെ ഇടയിൽ വന്നാൽ ഈ ഒരു വീഡിയോയുടെ ഫ്ലോ ഞാൻ ഒന്നുമില്ല. റീഡിങ് ഹാബിറ്റ് നിങ്ങളിപ്പം നിങ്ങളുടെ ലാംഗ്വേജ് മാത്രം നല്ല രീതിക്ക് ആക്കുന്നതല്ല, ഭയങ്കര ലൈഫിൽ കുറേ മാറ്റങ്ങൾ ഈ റീഡിങ്ങിനുള്ള. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും വെക്കേഷൻ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ എൻട്രൻസിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും ടൈമുണ്ട്. ആ ടൈം എന്ത് ചെയ്യുക, ഈ ഒരു റീഡിങ് ഹാബിറ്റ് കൊണ്ടുവരിക. കുഞ്ഞു ബുക്കുകൾ എടുക്കുക, ലൈബ്രറി എടുത്തെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ PDF-കളുണ്ട്, അങ്ങനെ ചെറിയ ബേസിക് ബുക്കുകളിൽ നിന്ന് തുടങ്ങുക. അങ്ങനെ വായിച്ച് ഇതാകുമ്പോഴത്തേക്കും ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഒരു വെക്കേഷൻ ഫുള്ള് കുറേ ബുക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ അത്രയും ലാംഗ്വേജ് ഇപ്പം അത്രയും മോശമാണ്, നിങ്ങൾക്ക് അത്രയും ഇതെല്ലാം വെക്കേഷൻ കഴിഞ്ഞ് നോക്കിക്കോ, നിങ്ങൾ നല്ല ഇമ്പ്രൂവ് ആവും. അത് ആ ഒരു പാർട്ട്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നു ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ്, അതിൽ ചെയ്യാൻ പറ്റുന്ന നല്ലോണം വായിക്കാം. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ ഞാൻ ഇങ്ങനെ ബുക്ക് വായിക്കുന്നതുകൊണ്ട് എനിക്കിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരുമായിരുന്നു. പിന്നെ ഞാൻ കുറേ റീൽസ് കണ്ടിട്ടുണ്ട്. ഇപ്പം യു ഈസേ അങ്ങനെയൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ അങ്ങനത്തെ ഒരു ഇതുണ്ട് ഇംഗ്ലീഷിന്. അതായത് നിങ്ങൾ ഇതിങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഓക്കെ ഇത് നല്ല ഇതായി പോകുന്നുണ്ടല്ലോ, അങ്ങനെ ഇത്. അത് ഫസ്റ്റ് ഞാൻ പറയട്ടെ, ഇംഗ്ലീഷിൻ്റെ കേസിൽ നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കൊരു ഓപ്ഷൻ തോന്നില്ലേ, അതായിരിക്കും ആൻസർ. എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാ, ഞാൻ ചില ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ഇത് തന്നെ, എന്നിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ വായിക്കാൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അയ്യോ ഇതാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ സിറ്റുവേഷൻ ഉണ്ട് ഞാനത് വെട്ടിയിട്ട് റോങ് ആൻസർ ചെയ്തത്. ഇംഗ്ലീഷിൻ്റെ കേസിലും ഗ്രാമറൊക്കെ നിങ്ങളത് വായിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു സാധനം തോന്നുന്നത് അതായിരിക്കും, അത് ആ ഒരു വിശ്വാസത്തിൽ അങ്ങ് എഴുതാം. പിന്നെ അത് മിക്ക കേസിൽ അങ്ങനെയാണ്, നമ്മൾ തോന്നുന്നതായിരിക്കും ആൻസർ, പിന്നെ നിങ്ങൾ വെട്ടി എഴുതിയിട്ടുണ്ട് അത് തെറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്രയും ഉറപ്പ് വേണം. ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ അങ്ങനെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നത്, ഇങ്ങനെ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഒരു ഫ്ലോ തോന്നും, ഓക്കെ ഇതിങ്ങനെ ഓക്കെ ഇത് നല്ലൊരു മാച്ചിങ് ഉണ്ട്, അങ്ങനത്തെ ഇത്. ഞാനൊരിക്കലും ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, ഈ കുട്ടി ഇങ്ങനെയാണ് എഴുതുക അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതായത് എൻ്റെ കേസിൽ എനിക്ക് ഈ റീഡിങ് ഹാബിറ്റ് ഉള്ളതുകൊണ്ട് ഏകദേശം അറിയാം, അല്ലാതെ ഇപ്പം ഇങ്ങനെ ഞാനൊരിക്കലും ഇങ്ങനെ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് ഇങ്ങനെ വന്ന് അങ്ങനെ ഇംഗ്ലീഷ് ഒരിക്കലും ഞാൻ എഴുതിയിട്ടില്ല ഗ്രാമറൊന്നും. ഞാൻ എൻ്റെ ആ റീഡിങ് ഹാബിറ്റ് കാരണം ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ ഇത് തന്നെ അങ്ങനത്തെ രീതിയിൽ ഗ്രാമർ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇതും പാസ്റ്റ് പെർഫെക്റ്റ്, അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ ഇന്നതാണ് വരുന്നത്, അങ്ങനത്തെ രീതിയിലൊക്കെ പഠിക്കാം. ലാംഗ്വേജ് ഒക്കെ രണ്ട് രീതിയിൽ പഠിക്കാം. ഒന്ന് നിങ്ങൾ ആ ഒരു നാച്ചുറൽ ഫ്ലോ ഒക്കെ അങ്ങ് എഴുതുക, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഗ്രാമറൊക്കെ പഠിച്ചെഴുതുക, അത് നിങ്ങളുടെ ചോയ്സാണ്. എൻ്റെ രീതിയിൽ ഞാൻ എൻ്റെ റീഡിങ് ഹാബിറ്റ് കാരണം ഞാനിങ്ങനെ ആ ഒരു ഫ്ലോയിൽ എഴുതിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ.
ഒരിക്കലും ഇപ്പം ഇത് ഏതൊക്കെ ടൈപ്പ് ആളുകൾ കാണുന്നത് എനിക്ക് അറിഞ്ഞൂടല്ലോ. ടീച്ചേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ കാണാൻ വഴിയില്ല. ബട്ട് അവർക്കൊക്കെ ഇങ്ങനെ ദേഷ്യം വരുമായിരിക്കും ഈ പോർഷൻ എടുക്കുമ്പോൾ. ഈ കുട്ടി എന്താണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെയാണോ പഠിക്കുന്നത്? ഞാൻ എൻ്റെ രീതിയാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, പ്രോപ്പറായിട്ട് പഠിക്കുന്നത് മറ്റേ വേയാണ്. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന ഇത് വന്നു കഴിഞ്ഞാൽ ഇന്ന സംഭവം യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ ബോർഡ് എക്സാമിന് എങ്ങനെ മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാം. നല്ല ഇപ്പം അത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇന്നത് വരും എന്നത് എങ്ങനെ പറയാൻ പറ്റും, ആ ഒരു ഇത് മാത്രം. ഞാൻ പ്രോപ്പറായിട്ടുള്ള വേ അല്ല പറയുന്നത്, ഞാൻ എങ്ങനെയാണ് പഠിച്ചത് അത് മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അതാണ് ലാംഗ്വേജിൻ്റെ കാര്യം. എത്രമാത്രം പിന്നെ എല്ലാവർക്കുമുള്ള പ്രശ്നമാണ് ലാംഗ്വേജിന് ടൈം കിട്ടാണ്ടാവുന്നത്. അത് ഞാനിവിടെ എക്സാം സ്ട്രാറ്റജിയിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ പറയാം, അതിൽ ഏറ്റവും കൂടുതൽ ബാക്കി സബ്ജക്റ്റുകളൊക്കെ ഞാൻ മലയാളം എടുത്തത്, എനിക്ക് ടൈമിംഗ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ അതിന് എങ്ങനെയാണ് ആ ടൈം റെഡിയാക്കിയത് എന്നുള്ളത് ഞാൻ അടുത്തത് എക്സാം സ്ട്രാറ്റജി എന്ന് പറയാം.